ഹലോ നമസ്കാരം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ അടുത്ത ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോണത് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫ്രിക്ഷൻ. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രിക്ഷൻ നമുക്ക് ആദ്യമേ കാര്യമായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. കാരണം കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഫ്രിക്ഷൻ. ഇവിടെ നമുക്ക് ഫോർമുലാസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ഓൾസോ നീഡ് കൺസെപ്റ്റ്സ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ബ്ലോക്ക് ഇവിടെ വച്ചിരിക്കുക, ഒരു ബോക്സ് വെച്ചിരിക്കുക, ഒരു സർഫസിൽ വെച്ചിരിക്കുക. ഈ സർഫസിനും ബ്ലോക്കിനും എഗൻസ്റ്റ് ആയിട്ട് ഒരു റഫ്നെസ് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ തക്ക സം സോർട്ട് ഓഫ് തിങ് ഉണ്ട്. ഫ്രിക്ഷൻ ഇല്ലാത്തൊരു കേസ് അല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എനിക്ക് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ആ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതിന് ഒരു വെയിറ്റ് ഉണ്ടാവും, mg താഴോട്ടുണ്ടാവും. പിന്നെ അതൊരു ഒരു ഒരു സർഫസിന്റെ മേളിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ കോണ്ടാക്ട് ആയിട്ടുള്ള ഒരു നോർമൽ റിയാക്ഷൻ അതിനുണ്ടായിരിക്കും. ആ നോർമൽ റിയാക്ഷനെ എന്നെന്ന് വിളിക്കുകയാണ്. നോർമൽ കണ്ടീഷനിൽ ഈ നോർമൽ റിയാക്ഷൻ എപ്പോഴും mg ക്ക് ഈക്വലന്റും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫോഴ്സ് അതിനകത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയാണ്, ഞാൻ 1 ന്യൂട്ടൺ ഫോഴ്സ് ആദ്യം കൊടുക്കുവാണ്. അപ്പോൾ ഈ ബ്ലോക്ക് അനങ്ങുന്നില്ല. 2 ന്യൂട്ടൺ കൊടുത്ത്, അപ്പോഴും അനങ്ങുന്നില്ല. 3 ന്യൂട്ടൺ കൊടുത്ത്, അനങ്ങുന്നില്ല. അതാണ് മോഷൻ ഓഫ് ടെൻഡൻസി എന്ന് പറയുന്നത്. ടെൻഡൻസി ടു മൂവും ഫോഴ്സ് തന്നെയാണ്. മൂവ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ 3 ന്യൂട്ടൺ കൊടുത്തിട്ട് അനങ്ങുന്നില്ല. 5 ന്യൂട്ടൺ കൊടുത്തപ്പോഴും അനങ്ങുന്നില്ല. ഇനി 5.00000001 കൊടുത്തപ്പോൾ ഇത് അനങ്ങി. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ കൺസെപ്റ്റ്. 1, 2, 3, 4, 5 വരെ ആണെങ്കിൽ 5.000001 കൊടുത്തപ്പോൾ അനങ്ങി. അതായത് ഈ 5 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ സമയവും എത്ര ഫോഴ്സ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു അത്രയും ഫോഴ്സ് തന്നെ ഫ്രിക്ഷൻ തിരിച്ചു പുറകോട്ട് വലിക്കുന്നത്. ഞാനിവിടെ 1 ന്യൂട്ടൺ കൊടുത്താൽ ഇത് 1 ന്യൂട്ടൺ കൊടുക്കും, 2 ന്യൂട്ടൺ കൊടുത്താൽ 2 ന്യൂട്ടൺ കൊടുക്കും, 3 ന്യൂട്ടൺ കൊടുത്താൽ 3 ന്യൂട്ടൺ കൊടുക്കും, 5 ന്യൂട്ടൺ കൊടുത്താൽ 5 ന്യൂട്ടൺ കൊടുക്കും. 5 ന്യൂട്ടനേക്കാൾ എന്തെങ്കിലും ഒരു വാല്യൂ കൂടുതൽ കൊടുത്താൽ, ഏത് ചെറിയ വാല്യൂ കൂടുതൽ കൊടുത്താലും ഈ ബോഡി അനങ്ങാൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് അപ്പോഴും ഈ ഫ്രിക്ഷൻ 5 ന്യൂട്ടനെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമുക്ക് അതിനെക്കാട്ടിയും കൂടുതൽ സം സോർട്ട് ഓഫ് തിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്താൽ അവിടെ തീർച്ചയായിട്ടും ആക്സലറേഷൻ ഉണ്ടാവും, മോഷൻ ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഈ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ഒരു ഗ്രാഫിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ആ ഗ്രാഫിൽ ഞാൻ വെച്ചേക്കുന്ന വെച്ചാൽ ആ ഗ്രാഫിൽ ഫോഴ്സും ഫ്രിക്ഷനും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഞാൻ വരച്ചിട്ടുണ്ട്. ഫോഴ്സിനെ അപ്ലൈ ചെയ്ത ഫോഴ്സ്, ഇത് നമ്മൾ അപ്ലൈ ചെയ്ത അതിന് കിട്ടിയ സർഫസിലുണ്ടായ ഫ്രിക്ഷൻ. ഞാൻ ഒരു പോയിന്റ് വരെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 45 ഡിഗ്രി ആംഗിളിൽ ഒരു കർവ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫോഴ്സ് ഇവിടെ 5 കൊടുത്താൽ 3 കൊടുത്താൽ ഇവിടെ 3 കിട്ടും, 4 കൊടുത്താൽ 4 കിട്ടും. ഇനി 5 കൊടുത്താൽ, അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ്, ലിമിറ്റിംഗ് പോയിന്റ്, 5നേക്കാൾ ഇച്ചിരി ഒന്ന് കൂടിക്കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് FS മാക്സ് ആണ്. അവിടെയാണ് നമുക്ക് മാക്സിമം ഫ്രിക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസ് ഇൻറ്റു നോർമൽ റിയാക്ഷൻ എന്നായിരിക്കും. മ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ബോഡി ജസ്റ്റ് അനങ്ങുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്, പക്ഷെ ആ ഫ്രിക്ഷൻ എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 5 എന്നുള്ളത് ചിലപ്പോൾ 4.5 ആയിട്ട് മാറും ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആക്സലറേഷൻ എനിക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. 6 ന്യൂട്ടൺ കൊടുക്കുകയാണെങ്കിൽ 6 - 4.5 ആയിരിക്കും അതുണ്ടാവുന്ന നെറ്റ് ഫോഴ്സ്. അതുപോലെ കൂടി 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 ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഫോഴ്സിന് അപ്പുറത്തേക്ക് ഒരു ഫോഴ്സിനെ അപ്ലൈ ചെയ്ത് അപ്പോൾ തന്നെ ഫ്രിക്ഷൻ പെട്ടെന്നൊരു ഡ്രോപ്പ് ഉണ്ടാകും. അതൊരു കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് മാറും. ആ കൈനറ്റിക് ഫ്രിക്ഷനെ FK മാക്സ് എന്ന് വിളിക്കുക. അതിന് μK ഇൻറ്റു N എന്നാണ് ആ ഫ്രിക്ഷന്റെ വാല്യൂ. അതൊരു കോൺസ്റ്റന്റ്. പിന്നെ ഞാൻ എത്ര ഫോഴ്സ് എക്സ്ട്രാ ഇൻക്രീസ് ചെയ്താലും അത് ഫ്രിക്ഷന് തരാൻ പറ്റുന്ന ഫോഴ്സ് അത്രയും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ബാക്കിയുള്ള നെറ്റ് ഫോഴ്സ് കാരണം അതിനൊരു ആക്സലറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. മ്യൂസ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ വിളിക്കാറുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനെയാണ് നമ്മൾ μK എന്ന് വിളിക്കുന്നത്. ഈ μK എപ്പോഴും മ്യൂസിനേക്കാളും ചെറുതായിരിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത് നോക്കുക. ഇനി നമുക്ക് ഇത് വെച്ച് വേറൊരു സംഭവം ചെയ്യാം. അതായത് നമുക്ക് കോണ്ടാക്ട് ഫോഴ്സസ്, ഇതിനകത്ത് 2 കോണ്ടാക്ട് ഫോഴ്സസ് ഉണ്ട്. അതായത് സർഫസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഉണ്ടാകുന്ന 2 ഫോഴ്സുകളുണ്ട്. ഒന്ന് റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ ആയ N, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആയ സ്മോൾ എഫ്. അപ്പം ഞാൻ ഈ ഈ ആ കേസിൽ, ഞാൻ ഫസ്റ്റ് കേസിൽ ഈ N എന്ന് പറയുന്ന റിയാക്ഷനെയും അതിനുണ്ടായ ഒരു ഫ്രിക്ഷൻ, അതായത് ഞാൻ ചെറിയൊരു ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്കും ഉണ്ടായ ഫ്രിക്ഷൻ ഉണ്ടല്ലോ, ആ ഫ്രിക്ഷനെ കൂടെ ചേർത്ത് ഞാനൊരു വെക്ടർ ഡയഗ്രാം വരച്ചാൽ അതിനൊരു റിസൾട്ടന്റ് ഉണ്ടാവുമല്ലോ. ആ റിസൾട്ടന്റ് എന്തുമാത്രം നോർമലിൽ നിന്ന്
വെർട്ടിക്കൽ നോർമലിൽ നിന്ന് എന്തുമാത്രം വളഞ്ഞിരിക്കുന്നോ അതിനെ നമുക്ക് ഫൈ എന്ന് വിളിക്കാം. താഴെ നിന്നുള്ള വളമല്ല നോക്കുന്നത്, മുകളിൽ നിന്നുള്ള വളമാണ് നോക്കുന്നത്. അത് മറന്നു പോകരുത്. ഇനി ഞാൻ ഫോഴ്സ് കൂട്ടി 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 ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. മ്യൂ എസ് എന്ന് പറയുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ആ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആവുമ്പോഴും നോർമൽ റിയാക്ഷൻ മാറുന്നില്ലല്ലോ. ഇത് കൂടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നോർമൽ റിയാക്ഷൻ മാറുന്നില്ലല്ലോ. പക്ഷേ അവിടെ ഒരു റിസൾട്ടന്റ് ഉണ്ടാകുന്ന ആ റിസൾട്ടന്റ് മാക്സിമം ആവുന്നത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് മാക്സിമം അവിടെ. അത് ജസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കുറയും, കുറഞ്ഞ് കൈനറ്റിക് ഫ്രിക്ഷൻ ആവും. അതുവരെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഞാൻ ഈ എഫ് മാക്സിമം ഇവിടെ കൊടുത്തേക്കുന്നത്. അതാണ് ഈ വെക്ടർ. അപ്പം ഇതൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, അത് കൂടി 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 എഫ് മാക്സ് വരെ എത്തി. ആ മാക്സ് കഴിഞ്ഞാൽ കുറയും. അപ്പോൾ എഫ് മാക്സ് വരെ എത്തുന്ന സമയത്ത് അതിന്റെ നോർമലുമായിട്ടുണ്ടാക്കുന്ന റിസൾട്ടന്റിനെ നമുക്ക് ആർ മാക്സ് എന്ന് വിളിക്കാം. ആ ആർ മാക്സ് എത്രത്തോളം നോർമലിൽ നിന്ന് മാറി നിൽക്കുന്ന ആംഗിൾ, നോർമലിൽ എത്ര ആംഗിൾ മാറിയാണ് നിൽക്കുന്നത്, അതിനെ നമുക്ക് ഫൈ മാക്സ് എന്ന് വിളിക്കാം. അതിനെ നമുക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നും വിളിക്കാം. ഇനി ഒരു കാര്യം നോക്കിക്കോ, ഈ എഫ് മാക്സ്, ഈ കിട്ടിയ എഫ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷൻ വെച്ച് നോക്കൂ. എഫ് എസ് മാക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ. അപ്പം എഫ് എസ് മാക്സ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ എസ് ആയിരിക്കും. ഇവിടെ ഇതിന്റെ ടാൻജന്റ് എടുത്താലോ, ഈ ഒരു ട്രയാങ്കിളിന്റെ ടാൻജന്റ്, ഈ ഫൈയുടെ ടാൻജന്റ് എടുത്താൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ്. എഫ് മാക്സ് ഇതാ, എഫ് മാക്സ് ആണ്, എഫ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ. അപ്പം ഇതിന്റെ ടാൻ തീറ്റ, ടാൻ ഫൈ മാക്സ് എന്ന് പറഞ്ഞാൽ മ്യൂ എസ് അല്ലേ? അങ്ങനെ മ്യൂ എസ് കണ്ടുപിടിക്കാനുള്ളത് സംഭവം എന്താണ്? ടാൻ ഓഫ് ഫൈ മാക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് മ്യൂ എസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ മ്യൂ എസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഫ്രിക്ഷന്റെ ബേസിക് കൺസെപ്റ്റ് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അടുത്തത് പല ആളുകൾക്കും ഡിഫിക്കൽട്ട് ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടൊന്ന് മനസ്സിലാക്കാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒരു ടെൻഷൻ, ഒരു സ്ട്രിങ് വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് 1 ബ്ലോക്കിനകത്ത്. ഇതിനൊന്നും തമ്മിൽ മ്യൂ എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഈ തറയും ഈ സെക്കൻഡ് ബ്ലോക്കുമായിട്ട് മ്യൂ ബി എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ആൻഡ് ഈ സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പി ഫോഴ്സ് വെച്ച് വരികയാണ്. അപ്പം ബിഫോർ അണ്ടർസ്റ്റാൻഡിങ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുള്ള ബാക്കിയുള്ള ഫോഴ്സുകളെല്ലാം ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പം 1ന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ടെൻഷൻ ടി ഇത് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ഉണ്ട് W1 താഴെ ഈ ഒരു സെക്കൻഡ് ബ്ലോക്ക് കൊടുക്കുന്ന ഒരു നോർമൽ റിയാക്ഷൻ മേലോട്ടുണ്ട്. സെക്കൻഡ് ബ്ലോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെയിറ്റ് ഓൾറെഡി നമുക്കുണ്ട്, ഒരു ഫോഴ്സ് പി ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുള്ളത് നമുക്കുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഈ ബ്ലോക്ക് മേലോട്ട് കൊടുത്തില്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് താഴോട്ടും വരും. കാരണം നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അപ്പോൾ N1 ഉണ്ടെങ്കിൽ താഴെ ഇവിടെ ഒരു N1 ഉണ്ടാവും. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ തറ എന്ന് പറയുന്ന 3 ഇതിന് മേലോട്ട് നോർമൽ റിയാക്ഷൻ തരും. അതിന് നമുക്ക് N2 എന്ന് വിളിക്കാം. ഓക്കെ, ഈ തറ തരുന്ന നോർമൽ റിയാക്ഷൻ ആയിരിക്കും ഈ ഫ്രിക്ഷൻ മ്യൂ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഫ്രിക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. മറ്റേ N1 എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു രണ്ട് സർഫസ് തമ്മിലുള്ള ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി മ്യൂ ഇൻറ്റു N1 ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഡയറക്ഷൻ പറയുമ്പോൾ നമ്മൾ ഏത് ബോഡിയിലേക്കത്തുള്ള ഫ്രിക്ഷന്റെ ഡയറക്ഷൻ ആണോ വേണ്ടുന്നത് അതിന്റെ അല്ലാത്ത ബോഡിയിൽ നിന്ന് നമ്മൾ ഇതിനെ നോക്കണം. അതായത് ഉദാഹരണത്തിന് നമുക്ക് 2ഉം 3 ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. അതായത് 2ൽ എന്തുമാത്രം ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഏത് ഡയറക്ഷൻ വേണമെന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ 3ൽ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് 2 റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റിലേറ്റീവ് മോഷൻ വിത്ത് റെസ്പെക്ട് 3 റൈറ്റിലോട്ടാണ്. അപ്പം ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും എന്ത് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ ബി ഇൻറ്റു N2 ആയിരിക്കും. കാരണം ഇത് ഇങ്ങോട്ട് കൊടുക്കുന്ന N2 ആണ്. മ്യൂ ബി ഇൻറ്റു N2 ആയിരിക്കും അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ. നമ്പർ 2, 1ഉം 2ഉം തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിനകത്ത് ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും, ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അതിനകത്ത് 1ൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2ൽ നിന്ന് നോക്കണം. 2ൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 2 റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. നമ്മൾ 2ലാണ് നിൽക്കുന്നത്. അപ്പോൾ 2ൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതായത് 2 എന്ന് പറയുന്ന കാറിനകത്തിരിക്കുന്ന ഞാനെന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം 1 ലെഫ്റ്റിലോട്ട് പോകണ പോലെയായിരിക്കും തോന്നുന്നത്. 1 ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൈറ്റിലോട്ടായിരിക്കും. സോ ഇങ്ങോട്ടായിരിക്കും അതിന്റെ ഫ്രിക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ 1ൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് 2ൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എങ്ങനെയാണ്? 1ൽ നോക്കുമ്പോഴത്തേക്ക് 1 അവിടെ നിൽക്കുകയാണ്, 2 റൈറ്റിലോട്ട് പോവുകയാണ്. 2 റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ ആ ഫ്രിക്ഷൻ ലെഫ്റ്റിലോട്ടായിരിക്കും. അപ്പം ഫ്രിക്ഷൻ ലെഫ്റ്റിലോട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന 3 ഫ്രിക്ഷനുകൾ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ,
അടുത്ത് ഇൻക്ലൈൻഡ് സർഫസിന്റെ ഫ്രിക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഉദാഹരണം, ഒരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിൽ ഞാനൊരു എഫ് ഫോഴ്സ് കൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് പിറകോട്ടൊരു സ്മോൾ എഫ് ഉണ്ടാവും. ഇതിന് മേലോട്ട് റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ഇതിനുണ്ടാവുന്ന എം ജി എന്ന് പറയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സ് നേരെ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി നമുക്കറിയാം ഈ ആംഗിളും സെയിം ആണ്. അതെന്തുകൊണ്ടാണ്? ഈ ആംഗിളിന് പെർപെൻഡിക്കുലർ ആണ് ഈ എം ജി. ഇങ്ങനെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ് ഇത്. അതുപോലെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ് ഇത്. രണ്ട് പെർപെൻഡിക്കുലേഴ്സ് എപ്പോഴും ഒരേ ആംഗിൾ ആയിരിക്കും സബ്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതൊരു ഒരു ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രവും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് എഫ് എന്ന് പറയുന്ന ഫോഴ്സ്, ഇത് എക്സ് ഡയറക്ഷനുള്ള ഫോഴ്സും വൈ ഡയറക്ഷനുള്ള ഫോഴ്സും നമ്മൾ മാറ്റിയാണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എം ജി സൈൻ തീറ്റ പ്ലസ് എഫ് സ്മോൾ എഫ്. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എം ജി സൈൻ തീറ്റ. അതിനകത്ത് സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, മ്യൂ. ഈ രണ്ട് ബോഡി, ഈ പ്ലെയിനും ബോക്കും തമ്മിലുള്ള ഒരു മ്യൂ ഉണ്ട്. ആ മ്യൂ ഇൻറ്റു റിയാക്ഷൻ, ആ മ്യൂ ഇൻറ്റു ഇത് മേലോട്ട് കൊടുക്കുന്ന റിയാക്ഷൻ, അതായിരിക്കും എഫിന്റെ വാല്യൂ. സോ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ പ്ലസ് എം ജി സൈൻ തീറ്റ. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ പ്ലസ് എം ജി സൈൻ തീറ്റ. അതിനകത്ത് ആർ എന്ന് പറഞ്ഞ എന്താണ്? ആർ എന്ന് പറഞ്ഞ എം ജി കോസ് തീറ്റ. കാരണം എന്താ? ഇത് മേലോട്ടാണെങ്കിൽ ഇത് താഴോട്ട്. അപ്പം വൈ ഡയറക്ഷനുള്ള ഫോഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് ഫോഴ്സുകളെ നമുക്കുള്ളൂ. ഒന്ന് ആർ, ഒന്ന് എം ജി കോസ് തീറ്റ. അപ്പോൾ എം ജി കോസ് തീറ്റ ഈക്വൽ ടു ആർ. അത് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എഫ് ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു മ്യൂ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. അതാണ് ഫ്രിക്ഷൻ ഓൺ ഇൻക്ലൈൻഡ് സർഫസ്. അതുപോലെ തന്നെ നമുക്ക് ഈ എഫ് ഇങ്ങോട്ട് ആക്ട് ചെയ്യാന്ന് വയ്ക്കും, താഴോട്ട് ആക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ പിറകോട്ട് ആണ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പോൾ ആ കേസിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഇക്വേഷൻ വേറെ ആയിരിക്കും. അതൊരു ഹോംവർക്ക് പോലെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഓക്കെ, ഒരു ക്രാഷ് കോഴ്സാണ്, നമുക്ക് എല്ലാം കൂടെ പറഞ്ഞു പോകുന്നില്ല. ഇതാണ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക അതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഇതും ആവും, ഒരു പ്രാക്ടീസ് സെഷനും കൂടെ ആവും. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ മേലൊരു ബ്ലോക്ക് ഇരിക്കുകയാണ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കറക്റ്റ് ഒരു ആംഗിൾ എത്തുമ്പോൾ ഇത് പതുക്കെ സ്ലൈഡ് ചെയ്ത് തുടങ്ങും. ആ ആംഗിൾ പറയുന്നത് ആംഗിൾ ഓഫ് റിപ്പോസ്. വിതൗട്ട് എനി എക്സ്റ്റേണൽ ഫോഴ്സ്, if a body just starts sliding in an inclined plane, the inclination of the plane with the horizontal ആണ് angle of repose. Also mu എന്ന് പറഞ്ഞാൽ tan of angle of repose ആയിരിക്കും. നമ്മൾ ഓൾറെഡി മ്യൂവിന് വേറൊരു ടാൻ പഠിച്ചു, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്, അത് വേറെ. അതുപോലെ ഇവിടെ ടാൻ ഓഫ് ആംഗിൾ ഓഫ് റിപ്പോസ്. അപ്പം ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും രണ്ടും ഈക്വലന്റ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് മ്യൂ എന്ന് പറയാനും പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണ്. അത്രയേ ഉള്ളൂ ഫ്രിക്ഷൻ ഓൺ ഇൻക്ലൈൻഡ് സർഫസ്. ഇനി ഈ ഫ്രിക്ഷൻ കാരണം വേറൊരു പ്രശ്നം ഉണ്ടാവും. ഒരു ബ്ലോക്ക് കറങ്ങാനുള്ള സാധ്യത ഉണ്ടാവും, അതായത് ചുറ്റാനുള്ള സാധ്യത ഉണ്ടാവും, അല്ലെങ്കിൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഫോർമുലാസ് ഡെറൈവ് ചെയ്യണം. ഓക്കെ, അപ്പം എന്താ പറയുക, നെറ്റ് മൊമെന്റ് ഈ പറയുന്ന O എന്ന് പറയുന്ന പോയിന്റ് 0 ആണെങ്കിൽ ഇത് ടിപ്പ് ചെയ്യില്ല. ഇത് ടിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് ആക്ട് ചെയ്യണം. ക്ലോക്ക് വൈസ് ആക്ട് ചെയ്താലും മതി, പക്ഷേ ക്ലോക്ക് വൈസ് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ആ ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ WN ആണ്. ഓക്കെ, WN ആണ്. അപ്പം WN വെറുതെ ഒരു കാര്യമില്ലാതെ WN ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകത്തില്ല, മോസ്റ്റ് ഓഫ് ദ ടൈം ഉണ്ടാകത്തില്ല. ഇത് ഉണ്ടാവുന്നത് നമ്മുടെ എക്സ്ട്രാ ഫോഴ്സ് P ഇവിടെ കൊടുക്കുമ്പോൾ ആ P ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മേളിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതലൊന്നും നമ്മൾ ഇത്രയും ചിന്തിക്കേണ്ട. നമ്മൾ ഇതിനകത്തുള്ള മൊമെന്റ്, ഈ O എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റുകൾ കണ്ടുപിടിച്ചിട്ട് ആ രണ്ട് മൊമെന്റുകളും കൂടെ അതിനകത്ത് എപ്പോഴാണോ P കൊണ്ടുണ്ടാകുന്ന മൊമെന്റ് ഗ്രേറ്റർ ആകുന്നത് അപ്പോൾ ഇത് ടിപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. അതായത് P ഇൻറ്റു എച്ച് എന്ന് പറയുന്ന മൊമെന്റ് ആണല്ലോ ഓക്ക് പിയുമായിട്ടുണ്ടാകുന്ന മൊമെന്റ്. P ഇൻറ്റു എച്ച് എന്ന് പറയുന്ന മൊമെന്റ് ഇത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു W ഇൻറ്റു B ഡിവൈഡ് ബൈ 2. കാരണം W/2 ഇങ്ങോട്ടൊരു മൊമെന്റ് ഉണ്ടാക്കും, P ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊരു മൊമെന്റ് ഉണ്ടാക്കും. എപ്പോഴാണോ P ഇൻറ്റു എച്ച് വലുതാവുന്നത് W/B/2 ആ പോയിന്റിൽ ഈ സാധനം ടിപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ഷുഡ് ബി, ഈ ഇക്വേഷൻ അത് കണ്ടുപിടിക്കുക. എച്ച് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു WB/2P നമുക്ക് വിളിക്കാം. അടുത്തത് P എന്ന് പറഞ്ഞാൽ എന്താ? P should be always less than or equal to mu n, so that body don't slide. ഇത്
ടിപ്പ് ചെയ്യണമെങ്കിൽ വേറൊരു കണ്ടീഷനും ഉണ്ട്, ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. ഒന്ന്, ഈ പറയുന്ന മൊമെന്റ് വലുതായിരിക്കണം. നമ്പർ 2, ഈ ഫോഴ്സ് കാരണം ഈ സാധനം സ്ലൈഡ് ചെയ്ത് പോകാനും പാടില്ല. ഈ ഫോഴ്സ് കാരണം സ്ലൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ടിപ്പിംഗ് ഒന്നും ചെയ്യത്തില്ല. കാരണം പി എന്ന് പറയുന്ന സാധനം മൂവ് ചെയ്ത് നമ്മുടെ ബോഡി മൂവ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് ഒന്ന്, ഈ പി കൊണ്ട് ഓയിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു കൊണ്ട് ഓയിൽ ഉണ്ടാകുന്ന മൊമെന്റ്. ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, പി ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ആസ് മച്ച് ആസ് ടു സ്ലൈഡ്. സ്ലൈഡിങ് നടക്കുന്നതിനേക്കാൾ അത്രയും വലുതായിരിക്കണം പാടില്ല. അതായത് mu should be less than or equal to mu into n. mu എന്ന് പറഞ്ഞാൽ mu s into n. ഓക്കെ, അപ്പോൾ ബോഡി സ്ലൈഡ് ചെയ്യത്തില്ല. അങ്ങനെ ഈ രണ്ടും നടക്കുന്നെങ്കിൽ മാത്രമേ ബോഡി ടിപ്പ് ചെയ്യുള്ളൂ. അപ്പം ഈ n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം, ഈ ഈ ഈ കേസിൽ ഫോഴ്സുകൾ എന്നിന് കറസ്പോണ്ടിങ്, n y ഡയറക്ഷനുള്ള ഫോഴ്സ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോഴ്സ് മാത്രം w മാത്രമേ ഉള്ളൂ. സോ നമുക്ക് p is equal to ലെസ് ദാൻ mu w എന്നും പറയാം. അങ്ങനെ നമ്മൾ പിന് പകരം mu w നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടിപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടും. എന്താണ് ആ കണ്ടീഷൻ? h ഷുഡ് ബി, ഇതിന്റെ ഹൈറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ 2 mu. ബി ഡിവൈഡ് ബൈ 2 mu എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ വലുതാണ് ഹൈറ്റ് എങ്കിൽ മാത്രമേ ഈ സാധനം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ടിപ്പ് ചെയ്യുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലായോ? നമ്പർ 1, പി കൊണ്ട് ഓയിൽ ഒരു മൊമെന്റ് ഉണ്ടാവും ഇങ്ങനെ. അതുപോലെ ഡബ്ല്യു കൊണ്ട് ഓയിൽ മൊമെന്റ് ഉണ്ടാവും ഇങ്ങനെ. പി എന്നുള്ള മൊമെന്റ് എപ്പോഴും ഡബ്ല്യുവിനേക്കാൾ വെച്ചുള്ള മൊമെന്റിനേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ കൺസെപ്റ്റ് നടക്കുള്ളൂ. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, പി കാരണം ഇതിന് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷൻ കൂടി 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 ഒരു പോയിന്റ് കഴിഞ്ഞ് പി ഒരു പോയിന്റിനെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതലായി കഴിഞ്ഞ് ഇത് മൂവ് ചെയ്യും. പക്ഷെ മൂവ് ചെയ്യാനും പാടില്ല. അപ്പൊ മ്യൂ ഷുഡ് ബി ലെസ് ദാൻ മ്യൂ എൻ, അല്ല സോറി, പി ഷുഡ് ബി ലെസ് ദാൻ മ്യൂ എൻ. അതുപോലെ തന്നെ പി ഇൻറ്റു എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ബി ബൈ 2. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബി ഡിവൈഡ് ബൈ 2 മ്യൂ. ഇത് വേണമെങ്കിൽ കാണാൻ പഠിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡെറിവ് ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. സംഭവിച്ചത്രേ ഉള്ളൂ. ഇനി ഈ ക്വസ്റ്റൻ വെച്ചാൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ മ്യൂ എന്ന് പറയുന്ന സാധനം ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസ് സംഭവിക്കും. ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? മ്യൂ വിൽ ബി ഈക്വൽ ടു 0. മ്യൂ 0 ആണെങ്കിൽ എത്ര ഹൈറ്റ് വേണം ഈ സാധനം മറിഞ്ഞു വീഴാൻ വേണ്ടി? ഇൻഫിനിറ്റി. കാരണം 1/0 ഇൻഫിനിറ്റി ആണ്. അപ്പൊ എത്ര വലിപ്പം ഉണ്ടെങ്കിൽ ഉള്ള ഒരു ബ്ലോക്ക് ആണെങ്കിലും ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ടിപ്പ് ചെയ്യൂല. കൺസെപ്റ്റ് കിട്ടിയ ഓക്കെ അല്ലേ? അതുപോലെ തന്നെ B0 ആണ്, ഒരു ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ലൈൻ മാത്രം ഉണ്ടെങ്കിൽ ടിപ്പ് ചെയ്യുമെന്ന് പറയുന്നത് അത് നമ്മൾ വിട്ടേക്കാം. അതുപോലെ B0 ആണെങ്കിൽ H0 ആയിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വിട്ടേക്ക്. ഈ ഒരു മ്യൂവിന്റെ കൺസെപ്റ്റ് ഒന്ന് അങ്ങനെ പഠിക്കാം. മറ്റേത് H ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു B ഡിവൈഡ് ബൈ 2 mu. H ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു B ഡിവൈഡ് ബൈ 2 mu. H ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു B ഡിവൈഡ് ബൈ 2 mu. ഇത്രയാണ് കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് ടിപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ടിപ്പിംഗ് ഓഫ് ബ്ലോക്ക് ഇൻ ഹോറിസോണ്ടൽ പ്ലെയിനിന്റെ കൺസെപ്റ്റ്. ഇനി ഫ്രിക്ഷൻ ചില നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. അപ്പം ഫ്രിക്ഷൻ ചില മെഷീൻസിനകത്തൊക്കെ ആപ്ലിക്കേഷൻ വരും. ഫ്രിക്ഷൻ കൊണ്ട് ചില മെഷീൻസിനകത്തൊക്കെ യൂസ് ഉണ്ട്. അപ്പം ആ കേസിൽ ആപ്ലിക്കേഷൻ ഓഫ് ഫ്രിക്ഷൻ ഇൻ മെഷീൻസ് നമ്മൾ പഠിക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് റോളിംഗ് ഫ്രിക്ഷൻ പഠിക്കണം. റോളിംഗ് ഫ്രിക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. റോളിംഗ് ഫ്രിക്ഷൻ, ആ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അത് മാത്രമല്ല, വേറൊരു സെറ്റപ്പ് ഉള്ള ഫ്രിക്ഷൻ ഉള്ള ടൈപ്പ് ഓഫ് വേറൊരു റോളിംഗ് ഫ്രിക്ഷൻ ആണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. വെഡ്ജ് പഠിക്കണം, സ്ക്രൂ ജാക്ക് പഠിക്കണം. സ്ക്രൂ ജാക്ക് ഈസ് വെരി സിമ്പിൾ. കുറച്ച് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ, അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ബെൽറ്റ് ഉണ്ട്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിക്കണം. ക്ലച്ചും ബ്രേക്കും നമുക്ക് മെഷീൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ചാപ്റ്ററിനകത്ത് ക്ലച്ചും ബ്രേക്കും നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രിക്ഷൻ്റെ ആപ്ലിക്കേഷന് വരുന്ന മെഷീൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ മെഷീൻസിനെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത കൺസെപ്റ്റ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യമേ പ്യുവർ റോളിംഗ് പഠിച്ചായിരുന്നു. പ്യുവർ റോളിംഗ് പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഈ പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. സോ ദർ ഈസ് നോ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ആക്ടിങ് ഹിയർ. വെലോസിറ്റി ഇവിടെ പർട്ടിക്കുലർ 0 ആണ്, ഇവിടെ ഫ്രിക്ഷൻ 0 ആണ്. നമ്മൾ എങ്ങനെ കറങ്ങുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി, എങ്ങനെ നടക്കുന്നതെന്നൊക്കെ നമുക്ക് നേരത്തെ കൃത്യമായിട്ട് മനസ്സിലായാണ്. ഇനി ഞാനൊരു ഫോഴ്സ് പി ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഫോഴ്സ് വലിച്ചാലും സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ സാധനത്തിന് ഇങ്ങോട്ടൊരു സ്ലൈഡിങ് നടക്കും. ഈ റോളിങ്ങിന്റെ കൂടെ തന്നെ ഒരു ചെറിയ സ്ലൈഡിങ്ങും കൂടെ നടക്കും. അപ്പോൾ ഫ്രിക്ഷൻ പിറകോട്ട് ബാക്ക് ചെയ്യും. ഓക്കെ, അതേപോലെ ഞാൻ മേളിൽ ഒരു നല്ല ഫോഴ്സ് കൊടുക്കാൻ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സ്ലൈഡിങ്ങിന് പകരം റൊട്ടേഷൻ ഇച്ചിരി സ്പീഡാവും. അതായത് റൊട്ടേഷൻ ഇച്ചിരി സ്പീഡ് ആകുമ്പോഴത്തേക്ക് പിറകോട്ട് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുക. ഇത് ഇങ്ങനെ മൂവ് ചെയ്യുക. അതായത് ഇങ്ങനെ മൂവ് ചെയ്യേണ്ട സാധനം കുറച്ചുകൂടെ സ്പീഡിൽ മൂവ് ചെയ്യും. അപ്പോൾ ഒരു സ്ലൈഡിങ് ഉണ്ട്. അപ്പോൾ ഒരു വെലോസിറ്റി ഈ ഡയറക്ഷനിൽ വരുന്ന പോലെ നമുക്ക് തോന്നും. അതായത് അങ്ങനെ ഒരു കറക്കം ഉണ്ടാവും. ആ സമയത്ത് ഫ്രിക്ഷൻ പിറകോട്ട് ആക്ട് ചെയ്യും.
അപ്പൊ അതാണ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ഇതിനകത്ത് അനലൈസ് നമ്മൾ ചെയ്യണം, കൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ അനലൈസിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത് നമുക്ക് നോക്കാം. അപ്പം റിയാലിറ്റിയിൽ സാധാരണ കേസിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നോർമലായിട്ട് ബോൾ ഒരു പോയിന്റിൽ റെസ്റ്റ് ചെയ്യാണ്, ആ പോയിന്റിൽ വെതർ സീറോ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇത്ര നാൾ. പക്ഷേ റിയാലിറ്റി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ ഒരു ഡിപ്രഷനിലായിരിക്കും ഈ പറയുന്ന നമ്മുടെ ബോൾ റെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ തറയുമായിട്ടൊരു ഡിപ്രഷൻ ഉണ്ടാക്കിയത് അതിലായിരിക്കും നമ്മുടെ ബോൾ റെസ്റ്റ് ചെയ്യുന്നത്. ബോൾ അല്ലെങ്കിൽ ആ ഒരു റോളിംഗ് സാധനം സിലിണ്ടർ എന്താണെന്ന് വെച്ചാൽ റെസ്റ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. അപ്പം ഒരു നോർമൽ റിയാക്ഷൻ ഈ തറ കാരണം അതിന് ഉണ്ടാവും. ആ നോർമൽ റിയാക്ഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കർവായിട്ടായിരിക്കും, ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ആ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിനൊരു ഒരു ഒരു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് ലോഡ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് എൻ എന്ന് പറഞ്ഞ ലോഡ് ആയിരിക്കും. ആ ലോഡ് കറക്റ്റ് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലോഡും ആയിരിക്കും. ഒരു വെയിറ്റും എക്സ്ട്രാ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ബോളിന് അധികം വെയിറ്റ് ഒന്നുമില്ല സാധാ റോളിംഗ് നമ്മൾ പറഞ്ഞ കേസിൽ. ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ തരുന്ന ഡിപ്രഷൻ ആണ്. അത് ആക്ട് ചെയ്യുന്നത് ഒരു 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 ലോഡ് ഫോമിലാണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ ഫോമിലാണ്. അതിനൊരു പോയിന്റ് ലോഡായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അത് എൻ ആണ്. അത് സെൻട്രിൽ കൂടെ മേലോട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു വെയിറ്റ് മേളിൽ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബോഡിയുടെ വെയിറ്റ് സെൻട്രോയിൽ കൂടെ അല്ലെങ്കിൽ സെൻട്രൽ മാസിൽ കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് പി കൊടുത്ത് ഇതിനെ വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നോർമൽ ലോഡ് എന്നുള്ള ഈ ഒരു നോർമൽ ലോഡ് ഷിഫ്റ്റ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത നോർമൽ ലോഡിന്റെ ഒരു പോയിന്റ് ലോഡായിട്ട് അസ്യൂം ചെയ്തല്ലോ, അതിന്റെ മൂവ്മെന്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, സെന്ററിൽ നിന്ന് കുറച്ച് അങ്ങ് റൈറ്റിലോട്ട് മാറും. ഓക്കെ. അപ്പൊ ഈ നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മളിന് ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ട് വരും. ഓക്കെ. അപ്പം ഈ ഒരു സെന്റർ പോയിന്റില് നമ്മൾ ഉള്ള മൊമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ മൊമെന്റ് നമുക്ക് അവിടെ ഉണ്ടാവും. എങ്ങനെയൊക്കെയാണ് ആ മൊമെന്റ് ഉണ്ടാവുന്നത്? ഒന്ന്, ഈ പി ഉണ്ടല്ലോ, ഈ പി ഇൻറ്റു ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവും. അതേപോലെ ആ മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നോർമൽ റൈറ്റിലോട്ട് വരുന്നത്. അതൊരു നേച്ചറിന്റെ ഒരു സംഭവം, പ്രതിഭാസമാണ്. അതിന്റെ ചേഞ്ചസ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ നോർമൽ റിയാക്ഷൻ റൈറ്റിലോട്ട് വരും. അപ്പൊ ഈ നോർമൽ റിയാക്ഷനും വെയിറ്റും രണ്ടിന്റെ വാല്യൂ ഒന്ന് തന്നെയാണ്. ഇതൊരു കപ്പിൾ ഫോം ചെയ്യും. ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു മൊമെന്റ് തന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പം ഈ ഒരു കേസിൽ ഈ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റോളിംഗ് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റോളിംഗ് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ പി ഇൻറ്റു ഈ ആർ എന്ന് പറയുന്ന സാധനം ഷുഡ് ബി, പി ഇൻറ്റു ആർ എന്ന് പറയുന്ന മൂവ്മെന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ബി. അതായത് ജസ്റ്റ് ഒന്ന് ഉള്ളണമെങ്കിൽ അത് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് വലുതായിരിക്കണം. അപ്പം പി ഇൻറ്റു ആർ should be greater than or equal to W into B. W എന്ന് പറഞ്ഞാൽ N W ഒന്നാണ്. ഈ B എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. ഈ ഡിസ്റ്റൻസിന് വേറൊരു പ്രത്യേകത ഉണ്ട് മക്കളെ. ഈ ഡിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ. അതായത് ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളൊരു ആംഗിളിനെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റേഷ്യോനെയൊക്കെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കൈമാറ്റിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. റോളിംഗ് ഫ്രിക്ഷന്റെ കേസ് അങ്ങനെയല്ല. ആ ഒരു ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് നോർമൽ റിയാക്ഷൻ ഷിഫ്റ്റ് ആവുന്നു, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഒട്ടും ഷിഫ്റ്റ് ആവുന്നില്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഫ്രിക്ഷൻ വളരെ സീറോ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക വാല്യൂ വരും. അത് നമ്മൾ അത് പറയുന്നത് ഒരു MM-ന്റെ യൂണിറ്റ്സിലാണ് നമ്മളത് പറയുകയും ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ പറയുന്ന ബി എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. സംഗതി വളരെ സിമ്പിൾ ആണ്. പി ഇൻറ്റു ആർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. ഡബ്ല്യു തന്നെയാണ് ഈ എൻ. ഡബ്ല്യു എന്നും കൂടെ പൊങ്ങുന്ന കപ്പിളാണ്. അപ്പം ആ ഡബ്ല്യു ഇൻറ്റു ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ എൻ ഇൻറ്റു ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കപ്പിൾ. നമ്മൾ കപ്പിൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡബ്ല്യു ഇൻറ്റു ബി എന്നുള്ള ഫോമിലേക്ക് നമുക്ക് അത് മാറാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് സംഭവം നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഐഡിയ കിട്ടും. ഓക്കെ. ഒരു സ്റ്റീൽ വീൽ, ഒരു സ്റ്റീലിന്റെ വീല്, 600 mm ഡയമീറ്റർ ഉള്ള സ്റ്റീലിന്റെ വീല് ഒരു ഹൊറിസോണ്ടൽ സ്റ്റീൽ റെയിലിൽ ഇരിക്കുകയാണ്. ഹൊറിസോണ്ടൽ സ്റ്റീൽ റെയിലിന്റെ മുകളിൽ ഇരിക്കുകയാണ്. 600 mm ഡയമീറ്റർ ഉള്ള ഒരു സ്റ്റീൽ റെയിൽ, അല്ല സോറി, ഒരു സ്റ്റീൽ വീല്. ഇറ്റ് ക്യാരീസ് എ ലോഡ് ഓഫ് 500 ന്യൂട്ടൺ. അതിന് മേളിൽ ഒരു 500 ന്യൂട്ടൺ ലോഡ് അത് ക്യാരി ചെയ്യുന്നുണ്ട്. ദ കോഎഫിഷ്യന്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് 0.3 mm. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ? നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. ആ അവർ തന്നിട്ടുണ്ട് 0.3 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഫോഴ്സ് ഇൻ ന്യൂട്ടൺ നെസസറി ടു റോൾ വീൽ അലോങ് ദ റെയിൽ എത്രയാ എന്നാണ് ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് ചെയ്ത് നോക്കി. ജസ്റ്റ് ഇതേ കൺസെപ്റ്റ് ആണ്. ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്ക്. ഉത്തരം വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പം പോസ്റ്റ് ചെയ്ത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരം പറയാൻ പോവാണ്. അപ്പോൾ
ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റീൽ, ആ ഒരു സ്റ്റീൽ റെയിൽ, അതാണ് ഈ താഴെ കാണിച്ചേക്കുന്ന സ്റ്റീൽ റെയിൽ. ഓക്കെ, ഇതിന്റെ മേളിലാണ് ഈ പറയുന്ന സ്റ്റീൽ വീൽ ഇരിക്കുന്നത്. സ്റ്റീൽ വീലിന് 500 ന്യൂട്ടൺ ഫോഴ്സ് നേരെ താഴെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം റെസ്റ്റ് കണ്ടീഷനിൽ അതേ പോയിന്റിൽ കൂടെ നോർമൽ റിയാക്ഷൻ മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 300 ആണ് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര പി കൊണ്ട് വലിക്കണം ഈ സാധനം റോൾ ചെയ്യണം എന്നാണ് ചോദ്യം. പി കൊണ്ട് നമ്മൾ വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നിന്റെ സ്ഥാനം ഷിഫ്റ്റ് ആവും. എത്ര കൊണ്ട് ഷിഫ്റ്റ് ആവും? അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് റോളിംഗ്, റോളിംഗ് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റിന്റെ അത്രയും ഷിഫ്റ്റ് ആവും. അതായത് 0.3 mm ഈ സാധനം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പം ഈ എൻ പിന്നെ ആക്ട് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും. എൻ ഇൻറ്റു 0.3 ആയിരിക്കും കപ്പിൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടുള്ളത്. പി ഇൻറ്റു 300 ആയിരിക്കും ഇങ്ങോട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് പി ഇൻറ്റു 300 ഈ കേട്ടത് ഈക്വൽ ടു 500 ഇൻറ്റു 0.3. അപ്പോൾ അതിനാണ് നമുക്ക് പിയുടെ വാല്യൂ കേട്ടത് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും. അത് 0.5 ന്യൂട്ടൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വളരെ 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 സിമ്പിൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയ ഇത്രയും സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വേറെ ഇല്ല. പക്ഷേ ഈ കൺസെപ്റ്റ് അറിയത്തില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കണ്ട് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ ഓക്കെ അല്ലേ? സെറ്റല്ലേ? അടുത്തത് ഫ്രിക്ഷൻ ഓൺ വെഡ്ജ്, സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫ്രിക്ഷൻ ഇൻ മെഷീൻസ്. ഒരു വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ മെഷീൻ ദാറ്റ് ഈസ് ഓഫൺ യൂസ് ടു ട്രാൻസ്ഫോം ആൻഡ് അപ്ലൈഡ് ലോഡ് ഇൻ ടു മച്ച് ലാർജർ ഫോഴ്സ്. എന്തെങ്കിലും ഒരു ഫോഴ്സ്, ഒരു കൊച്ചു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് വലിയ ഫോഴ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് വെഡ്ജ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. വെഡ്ജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് അപ്രോക്സിമേറ്റ്ലി റൈറ്റ് ആംഗിൾസിലായിരിക്കും ഈ പറയുന്ന എഫേർട്ടും ലോഡും കൂടെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും നമുക്ക് വേണ്ടുന്ന ഔട്ട്പുട്ടും തമ്മിൽ മാറുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ഏതെങ്കിലും ഒരു പേപ്പറിൽ വരുന്നെങ്കിൽ, ഇപ്പോൾ ഗേറ്റ് ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, ESC ആയിക്കോട്ടെ, ഏത് പേപ്പറിൽ വന്നാലും ട്രൈ ടു ഡു ഇറ്റ് ഇൻ ദ ലാസ്റ്റ്. ബിക്കോസ് ഇതിനകത്ത് 4 അൺനോൺ ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഈ 4 ഇക്വേഷൻസിനകത്ത് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, സമയമെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ചെയ്യുക, സമയമില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ട്രൈ ടു ഡു ഇറ്റ് ഇൻ ദ ലാസ്റ്റ്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതാണ് വെഡ്ജ്, ഇതാണ് അതിന് മേലെയുള്ള ലോഡ്. ഞാൻ ഈ വെഡ്ജ് ഇത് അടിച്ചടിച്ച് പി കൊണ്ട് ഞാൻ അടിച്ചടിച്ചടിച്ച് അകത്തോട്ട് ഞാൻ എക്സ് ഡിസ്റ്റൻസ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഡബ്ല്യു എന്ന് പറഞ്ഞ ലോഡ്, ഈ പി നമ്മൾ എഫോർട്ട് എന്നാണ് പറഞ്ഞത്. എന്തുമാത്രം എഫോർട്ട് കൊടുക്കുന്നു അതാണ് പി. എന്തുമാത്രം ലോഡ് ഉണ്ട് അതാണ് ഡബ്ല്യു. ആ ഡബ്ല്യു വൈ ഡിസ്റ്റൻസ് മേലോട്ട് പോകും, ഇത് എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വെറുതെ നമുക്ക് വരയ്ക്കാം. ഇതിന്റെ 1ന്റെ ഫ്രീ ബോഡി ഡയഗ്രം ഇവിടെയും 2ന്റെ ഫ്രീ ബോഡി ഡയഗ്രം ഇവിടെയും ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ചു നോക്ക്, ഫ്രിക്ഷൻ ഉൾപ്പെടെ സ്വന്തമായിട്ട് വരച്ചു നോക്ക്. ഇവിടെ 3 സർഫസ് ഉണ്ട്, 1ഉം 2ഉം തമ്മിലുള്ള സർഫസ് ഉണ്ട്, 2ഉം 3ഉം തമ്മിലുള്ള സർഫസ് ഉണ്ട്, ഈ 1ഉം 3ഉം തമ്മിൽ ഇവിടെ ഒരു സർഫസ് ഉണ്ട്. 3ഉം മൊത്തത്തിൽ 1ആണ്. അപ്പോൾ ഈ 3 സർഫസുകളുണ്ട്. 3 സർഫസുകൾക്ക് 3 കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് കൺസെപ്റ്റിൽ മനസ്സിലാക്കി വരച്ചു നോക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഉടനെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരച്ചിട്ട് വന്നെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എടുത്ത് ഫസ്റ്റ് ബ്ലോക്കിന് ഡബ്ല്യു വെയിറ്റ് താഴോട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഒരു നോർമൽ റിയാക്ഷൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മേലോട്ടുണ്ടാവും. N12 എന്ന നോർമൽ റിയാക്ഷൻ മേലോട്ടുണ്ടാവും. ഓക്കെ, ഈ ഈ 50 ഇതിന് റൈറ്റിലോട്ട് ഒരു N തരും, അപ്പം N1 തരും. അപ്പം അങ്ങനെ നമുക്ക് 3 ആപ്ലൈ ചെയ്യുന്ന ലോഡ് കിട്ടി. ഇനി ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു, 1ന്റെ ഫ്രിക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2ൽ നിന്ന് 1ലേക്ക് നോക്കണം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഈ 3ൽ നിന്നും 1ലേക്ക് നോക്കണം. ഈ 2 രീതി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 2ൽ നിന്ന് ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ 2ലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 2 ആയിട്ട് നിൽക്കും. ആക്ച്വലി 2 ആണ് മൂവ് ചെയ്യുന്നത്. ഞാൻ 2ലാണ് നിൽക്കുന്നതെങ്കിൽ 1 പുറകോട്ട് മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എനിക്ക് ഫ്രിക്ഷൻ ഉണ്ടാവുക. ആ ഫ്രിക്ഷൻ F12 എന്നുള്ള സാധനം ഇവിടെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് തന്നെ എന്താണ്? അതിന് എന്തായിരിക്കും അത് എന്ന് പറഞ്ഞാൽ μ2 × N12 ആയി. ഞാൻ ഇത് μ2 ആണ്, ഇത് അസ്യൂം ചെയ്യാണ്. ഈ സാധനം μ2 ആണ്, ഇവിടുത്തത് μ2 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, അതുപോലെ ഇവിടെയും നമുക്ക് ഈ ഇതിനകത്തുള്ള അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുറത്ത് നിൽക്കണം. പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് വീണ്ടും ഈ സാധനം മേലോട്ട് പോകുന്ന വൈ മേലോട്ടാണ് പോകണം. അപ്പം പുറത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈ മേലോട്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി 1 മേലോട്ട് പോകുമ്പം അത് ആക്ട് ഫ്രിക്ഷൻ നേരെ താഴോട്ടായിരിക്കും. അത് ആക്ട് ചെയ്യുന്നത് μ1 × N1 ആയിരിക്കും. N1 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് μ1 ആണ്. ഈ ഒരു വോളും ഈ ഫസ്റ്റ് ബ്ലോക്കും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ μ1 ആണ്.
അതുപോലെ തന്നെ ഈ വോളും സെക്കൻഡ് ബ്ലോക്കും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ µ3 ആണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്കറിയാം. പി ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, N12 ഇതേ വാല്യൂവിന് താഴോട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, N3 ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ ഈ ഡയറക്ഷൻ ഫ്രിക്ഷൻ വന്നതെന്ന് നിങ്ങൾ മനസ്സിലായി കാണും. എങ്ങനെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഫ്രിക്ഷൻ വന്നത് മനസ്സിലായി കാണും. ഈ F12 എപ്പോഴും ഓപ്പോസിറ്റ് ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കുകയും ചെയ്യും കണ്ടോ. അത് നേരത്തെ കേസിലും അങ്ങനെ ആയിരുന്നു, ഈ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് ഈ കിട്ടും. ഇനി കുറച്ച് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. വെലോസിറ്റി റേഷ്യോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആൻഡ് മെക്കാനിക്കൽ എഫിഷ്യൻസി. വെലോസിറ്റി റേഷ്യോ ഈസ് x/y. അപ്പോൾ നമ്മൾ ആ പടം ഓർക്കണം ആദ്യം, എന്നിട്ട് x/y എഴുതാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് എഫേർട്ട് ബൈ ഡിസ്റ്റൻസ് ഓഫ് ലോഡ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കൺഫ്യൂഷൻ ആവാൻ സാധ്യത കൂടുതൽ. ഡിസ്റ്റൻസ് ഓഫ് ലോഡ് വരുമോ, ഡിസ്റ്റൻസ് എഫേർട്ട് വരുമോ, എന്തോ നമുക്ക് അറിയാം. അപ്പോൾ ആ പടം ഊഹിച്ച് വയ്ക്കുക. എന്നിട്ട് x/y ആണ്, y/x അല്ല, x/y ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. x എന്ന് പറഞ്ഞാൽ എന്താ, എത്രത്തോളം എഫേർട്ട് മൂവ് ചെയ്ത്, എത്രത്തോളം എഫേർട്ട് മൂവ് ചെയ്ത്. ഈ ഒരു ബോഡിയെ നമുക്ക് എഫേർട്ട് എന്ന് പറയാം. എഫേർട്ട് എന്ന് പറഞ്ഞാൽ പി ഫോഴ്സിനെയും പറയാം, ഈ സാധനത്തിനെ എഫേർട്ട് നമുക്ക് പറയാം. വലിയ കാര്യമൊന്നുമില്ല. ഇവിടെയും ലോഡ് എന്നുള്ള ഈ സാധനവും ആവാം, അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ലോഡും ആവാം. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് എത്ര എഫേർട്ട് മൂവ് ചെയ്ത് ബൈ ഡിസ്റ്റൻസ് എത്ര ലോഡ് മൂവ് ചെയ്ത്, x/y ആണ് വെലോസിറ്റി റേഷ്യോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ, എപ്പോഴും നമ്മൾ ഇത്ര എഫേർട്ടിന് എത്ര ലോഡ് കിട്ടി നമ്മൾ നോക്കുന്നത്, മനസ്സിലായത്. അപ്പം ലോഡ് പെർ എഫേർട്ട്, ഇത് ഇംഗ്ലീഷ് പഠിക്കുക. എങ്ങനെ, ലോഡ് പെർ എഫേർട്ട്, അതിനെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പറയുന്നത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ലോഡ് താഴെയും ഇവിടെ ലോഡ് മേളിലുമാണ് ഇരിക്കുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോഡ് പെർ എഫേർട്ട്, അതായത് എത്ര എഫേർട്ടിന് ഇത്ര ലോഡ് വെച്ച് കയറി, ലോഡ് പെർ എഫേർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ W/P നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, x/y നെയാണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എന്ന് വിളിക്കുന്നത്. മെക്കാനിക്കൽ എഫിഷ്യൻസി ആവട്ടെ, വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് വർക്ക് ഇൻപുട്ട്. വർക്ക് ഔട്ട്പുട്ട് എന്താ, W/Y, W ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്ത്. വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ P/X. P എന്ന് പറഞ്ഞാൽ എഫേർട്ട് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്ത്. അപ്പം W/Y ഡിവൈഡ് ബൈ P/X എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ എന്നൊരു ഇക്വേഷൻ കൂടെ നമുക്കുണ്ട്. അപ്പോൾ വെലോസിറ്റി റേഷ്യോ അറിയാം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അറിയാം, ആൻഡ് ഫൈനലി മെക്കാനിക്കൽ എഫിഷ്യൻസിയും നമുക്ക് അറിയാം. ഓക്കെ, സോ ദീസ് ആർ ദ പെർഫോമൻസ് പാരാമീറ്റേഴ്സ്. അത് ആക്ച്വലി വെഡ്ജിന് മാത്രമല്ല, നമുക്ക് ഇനിയും അങ്ങോട്ട് പഠിക്കുന്ന സാധനങ്ങൾക്കും ഒക്കെ യൂസ് ഉള്ള സാധനമാണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത കേസ് സ്ക്രൂ ജാക്ക്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞപ്പോഴാണ് സ്ക്രൂ ജാക്ക് എന്ന് പറയുമ്പോൾ കണ്ടാൽ ഭയങ്കര ഡിഫിക്കൽട്ടും ഭയങ്കര ബുദ്ധിമുട്ടും കുറേ ഇക്വേഷനും ടാനും ആൽഫയും ഫൈയും ഒക്കെ കൂടെ കിടന്ന് കൺഫ്യൂഷൻ അടിച്ച് പോണ സാധനമാണ് ഈ പറയുന്ന സ്ക്രൂ ജാക്ക്. അതുകൊണ്ട് പലരും ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. രണ്ടു മൂന്ന് ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അത് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. സോ വി ജസ്റ്റ് ഗോണ സ്റ്റഡി ദാറ്റ്. അപ്പം എവനാണ് ഇത് സ്ക്രൂ ജാക്ക്. അതിനെ വെരി ഹെവി ഒബ്ജക്ട്സിനെയൊക്കെ കൊച്ചു എഫേർട്ട് വെച്ച് ഉപയോഗിക്കുക, ലിഫ്റ്റ് ചെയ്യാനോട് ഉപയോഗിക്കുന്ന മറ്റേ വെഡ്ജ് അത് തന്നെ യൂസ് ആണെങ്കിൽ ഇവിടെ ഭയങ്കര ഹെവി വെയിറ്റ് ഒബ്ജക്റ്റ് വരെ നമുക്ക് ലോ എഫേർട്ട് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ വണ്ടി പൊക്കുക, ടയർ മാറ്റുന്നതിന് മുന്നേ അതങ്ങനെയൊക്കെ നമ്മൾ സ്ക്രൂ ജാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത് ഒരു സാധനം ഇങ്ങനെ കറക്കി നമ്മൾ ലോഡ് കൂട്ടി കൊണ്ടുവരുന്ന സാധനമാണ് നമ്മൾ സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ സ്ക്രൂ ജാക്കിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് ഇത് കണ്ടോ, ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെ മാറ്റി വിളിച്ചാൽ ഔട്ടർ ഡയമീറ്റർ, മേജർ ഡയമീറ്റർ, കോറിന്റെ ഡയമീറ്റർ, മെയിൻ ഡയമീറ്റർ, ലീഡ്, പിച്ച് എന്നൊക്കെ ഉള്ള വാക്കുകൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം എത്രത്തോളം ഒരു പിച്ചിന് എത്രത്തോളം അത് മൂവ് ചെയ്തത് ലീഡ്, മറ്റത് പിച്ച്, അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പക്ഷെ നമുക്ക് അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തീർച്ചയായിട്ടും ഗിയേഴ്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഇത് പഠിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ക്ലാരിറ്റി കിട്ടും എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ അത് പഠിക്കുന്നില്ല. പക്ഷെ ഇവിടെ പിച്ച് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിച്ച് ഉണ്ടെന്ന് പറയാം, ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് പിച്ച് തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും ഇവിടെ മനസ്സിലാക്കണം. ഇനി ഈ ഒരു സെറ്റപ്പിനെ ഞാൻ ഒന്ന് വലുതാക്കി ഇവിടെ കാണിച്ചിട്ടുണ്ട്. എ എന്നും ബി രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആർ എന്ന് പറഞ്ഞതിന്റെ ഇതാണ് എന്താ, ഇതിന്റെ മീൻ ഡയമീറ്ററിന്റെ പകുതിയാണ്. മീൻ ഡയമീറ്റർ ഉണ്ട്, ഡി എന്ന് പറഞ്ഞാൽ മീൻ ഡയമീറ്ററിന്റെ പകുതിയാണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഞാൻ അങ്ങോട്ട് വലിച്ച് ഇവിടെ ഇങ്ങനെ കറങ്ങിയിരിക്കുന്ന സാധനത്തിനെ ഞാൻ ഇത്തിരി വലിച്ച് നീട്ടി വെക്കാൻ നോക്കുക. ഒരു ചുറ്റിന് വേണ്ടി വലിച്ച് നീട്ടി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആംഗിൾ തന്നെയാണ്, ഇവിടെ കാണുന്ന ആംഗിൾ തന്നെയാണ് ഇവിടുത്തെ ആംഗിൾ. അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ഹെലിക്സ് ആംഗിൾ, ഹെലിക്സ് ആംഗിൾ ഓർ ആൽഫ. ഹെലിക്സ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഹെലിക്സ് ആംഗിളിന്റെ ടാൻ എടുത്ത് നോക്ക്.
ഹെലിക്സ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഉടനെ ഈ പടം നമുക്ക് ഓർമ്മ വരണം. ആ സ്ക്രൂ ഗേജ് വന്ന് സ്ക്രൂവിൽ നിന്ന് ഇതിങ്ങനെ വന്നിട്ട് അതിങ്ങനെ വിടർത്തി വെച്ചേക്കുന്ന പടം നമുക്ക് ഓർമ്മ വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ സാധനം പൈ ഡി ആണ്. 2πr ഓർ പൈ ഡി, അതായത് ഒരു സർക്കിളിന്റെ ഡിസ്റ്റൻസ് ആണ് പൈ ഡി എന്ന് പറയുന്ന സാധനം. ഒരു സർക്കംഫറൻസിന്റെ ഇക്വലന്റ് ആണ് പൈ ഡി എന്ന് പറയുന്നത്. കാരണം ഒരു ചുറ്റ് കറങ്ങി വരുവാണ്. അപ്പൊ കറക്റ്റ് ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അല്ല സർക്കംഫറൻസ് ആയിരിക്കും അതിനുണ്ടാകുന്ന ആ ഒരു ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത്. അതാണ് പൈ ഡി എന്ന സാധനം ഇവിടെ വരും. അതുപോലെ തന്നെ പി എന്നുള്ള പിച്ചും വരും. അത് ഒരു പൈ ഡിക്ക് എത്ര മൂവ്മെന്റ് വരും അതാണ് പിച്ച് എന്ന് പറയുന്ന സാധനം. അപ്പൊ പൈ ഡി ഇവിടെ പി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ ആൽഫയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ പി ഡിവൈഡ് ബൈ പൈ ഡി എന്ന് എഴുതാൻ പറ്റും. പി ടാൻ ആൽഫ ഇക്വൽ പിച്ച് ഡിവൈഡ് ബൈ പൈ ഡി. അപ്പം വളരെ സിമ്പിളാണ്. നമ്മൾ പൂജാക്ക് ഓർക്കുക, ഈ പടം ഓർക്കുക, പടത്തിൽ നീട്ടി ഓർക്കുക, താഴെ പൈ ഡി ആണെന്ന് ഓർക്കുക, ഇവിടെ പിച്ചാന്ന് ഓർക്കുക. ഇപ്പൊ ടാൻ ആൽഫ ഇവിടെ ഓർക്കുക. അപ്പോൾ ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ പി ഡിവൈഡ് ബൈ പൈ ഡി എന്ന് ആർക്കും ഓർമ്മ നിൽക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ടാൻ ആൽഫ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ എത്ര ലിഫ്റ്റിന് നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട് കണ്ടുപിടിക്കുക. അതായത് ഈ പി എന്ന് പറയുന്ന സാധനം എത്ര ഫോഴ്സ് നമ്മൾ കൊടുക്കുക, ലിഫ്റ്റിന് എത്ര കൊടുക്കണം, ലോവറിങ്ങിന് എത്ര കൊടുക്കണം, ഈ രണ്ടും നമ്മൾ കണ്ടുപിടിക്കണം. ഈ ലിഫ്റ്റിന് ഇപ്പം ഒന്നും ചോദിച്ചിട്ടില്ല, ലിഫ്റ്റിനുള്ള പറ എന്ന് പറഞ്ഞില്ല എന്നുണ്ട്, ലോവറിങ്ങിനുള്ള പറ എന്ന് പറഞ്ഞില്ലെങ്കിൽ ലിഫ്റ്റിനുള്ളത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ പി എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കോണം. അപ്പം ഈ ലിഫ്റ്റിങ്ങിന് പി ലിഫ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്. ലോവർ ചെയ്യണമെങ്കിൽ പി ലോവർ എന്നൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസിനകത്തും ഡബ്ല്യു എന്ന് പറയുന്ന നമുക്ക് ഉള്ള ലോഡ് ഉണ്ട്, ഹെലിക്സ് ആംഗിൾ ആൽഫയുണ്ട്, അതുപോലെ ഫൈ എന്ന് പറയുന്ന ഫ്രിക്ഷൻ ആംഗിൾ ഉണ്ട്. വാട്ട് ഈസ് ഫ്രിക്ഷൻ ആംഗിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ ഫ്രിക്ഷൻ ആംഗിൾ? ഫ്രിക്ഷൻ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മ്യൂ എസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാൻ ഫൈ ഈസ് ഇക്വൽ ടു മ്യൂ എസ്. അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ എസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈ കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ പി ലിഫ്റ്റിന്റെ ഇക്വേഷൻ എന്താ? ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മേലോട്ട് പൊക്കുക. അപ്പം ഡബ്ല്യു ടാൻ ഫൈ പ്ലസ് ആൽഫ, ഡബ്ല്യു ഇൻറ്റു ടാൻ ഓഫ് ഫൈ പ്ലസ് ആൽഫ, അതാണ് നമ്മുടെ ലിഫ്റ്റിംഗുള്ള ഇക്വേഷൻ. ലോവറിംഗ് ഇക്വേഷനോ ഡബ്ല്യു ഓഫ് ടാൻ ഓഫ് ഫൈ മൈനസ് ആൽഫ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈ ആണ് ഇവിടെ ആദ്യം, ആൽഫ ആദ്യം വരുന്നുണ്ട്. ഇനി പിന്നെ ഈ ലോഡ് കണ്ടുപിടിക്കാൻ ആദ്യം നിൽക്കുന്ന ആൾ നമ്മുടെ ഫൈ ആണ്. ഫൈ പ്ലസ് ആൽഫ, ഫൈ മൈനസ് ആൽഫ. ഓക്കെ, സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ ആവണമെന്നുണ്ടെങ്കിൽ പി ലോവർ ഷുഡ് ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, ലോവർ ചെയ്യാനുള്ള ഫോഴ്സ് സീറോയ്ക്കിനേക്കാളും കൂടി നിന്നാൽ മാത്രമേ സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിന് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഫൈ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഫൈ ആൽഫയെക്കാളും വലുതാണെങ്കിൽ മാത്രമേ സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ വരുള്ളൂ. അല്ലെങ്കിൽ ആ ഫ്രിക്ഷനുള്ള കോഎഫിഷ്യന്റ് നല്ല കൂടുതലായിരിക്കും, സെൽഫ് ലോക്ക് ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ബട്ട് എനിവേ W tan phi plus alpha, W tan phi minus alpha, and also phi should be greater than alpha for self-locking condition. മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞ് ഇനി എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. എന്താ എഫിഷ്യൻസി? ലിഫ്റ്റിന് വേറെ എഫിഷ്യൻസിയാണ്, ലോവറിന് വേറൊരു എഫിഷ്യൻസിയാണ്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അപ്പോൾ ഇവിടെ മുകളിലും രണ്ടിടത്തും ന്യൂമറേറ്റർ ടാൻ ആൽഫ ആയിരിക്കും. ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ ആൽഫയാണ് മേളിൽ വരുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ മേലോട്ടാണെന്നാണെങ്കിൽ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ടാൻ ഫൈ പ്ലസ് ആൽഫ, നേരത്തെ ചെയ്തതാണ് തന്നെ. വീണ്ടും ലോവർ ചെയ്യണമെങ്കിൽ ടാൻ ഫൈ മൈനസ് ആൽഫ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ ഫൈ പ്ലസ് ആൽഫ, എഫിഷ്യൻസി ഓഫ് ലിഫ്റ്റ്. ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ ഫൈ മൈനസ് ആൽഫ, എഫിഷ്യൻസി ഓഫ് ലോവർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ. A weight of 20 Newton is lifted by a screw jack with a mean diameter of 200 mm and pitch of 10 mm. The coefficient of friction is 0.05. The mechanical advantage and efficiency എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ അത് നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് നോക്കൂ. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഉത്തരം പറയാം. ഓക്കെ, അപ്പം ഈ കേസിൽ ഇതാ വെയിറ്റ് 20 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ലോഡ് നമ്മൾ 20 ന്യൂട്ടൺ നമുക്ക് മനസ്സിലായി. അടുത്തത് മീൻ ഡയമീറ്റർ 200 mm എന്ന് പറയുന്നത്, ഇവിടെ ഡി സ്മോൾ ഡി 200 mm ആണ് നമുക്ക് മനസ്സിലായി. പി എന്ന് പറഞ്ഞാൽ പിച്ച് എന്ന് പറഞ്ഞാൽ 10 mm ആണെന്ന് മനസ്സിലായി. പിച്ച് എന്ന് പറഞ്ഞാൽ 10 mm ആണെന്ന് മനസ്സിലായി. മ്യൂ എന്ന് പറഞ്ഞാൽ ടാൻ ഫൈ ആണ്, ടാൻ ഫൈ 0.05 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈ കണ്ടുപിടിക്കണം. നമ്മുടെ ഇക്വേഷൻസ് എല്ലാം ഫൈ ആൽഫയാണ്. ഫൈ ആൽഫ ഡബ്ല്യു, ഫൈ ആൽഫ ഡബ്ല്യു, ഇത് മൂന്ന് മാത്രമേ ഇക്വേഷൻസിലൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഫൈ കണ്ടുപിടിക്കുക, ആൽഫ കണ്ടുപിടിക്കുക, ഡബ്ല്യു കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ.
അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കുക? ഫൈ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.05 ആ. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 0.05 ആ. ഉത്തരം കിട്ടി. അടുത്തത് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ട്രയാങ്കിൾ ഓർത്താൽ മതി. പി ഡിവൈഡ് ബൈ പൈ ഡി, പി ഡിവൈഡ് ബൈ പൈ ഡി, ടാൻ ആൽഫ പി ഡിവൈഡ് ബൈ പൈ ഡി. അപ്പം ടാൻ ഇൻവേഴ്സ് പി ഡിവൈഡ് ബൈ പൈ ഡി നമുക്ക് ഒരു ഉത്തരം കിട്ടി. അപ്പം ഫൈ കിട്ടി, ആൽഫയും കിട്ടി. ഇനി ചോദിച്ചൊക്കെ എന്താ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ കാര്യം. ഇക്വേഷൻ എന്താണ്? എന്തായിരുന്നു ആ ഇക്വേഷൻ? ലോഡ് പെർ എഫേർട്ട്, അതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ഇക്വേഷൻ. അപ്പം ലോഡ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണ്. ഡബ്ല്യു ടാൻ ഓഫ് ഫൈ പ്ലസ് ആൽഫയാണ് ലിഫ്റ്റിന് ഉള്ള എഫേർട്ട്. അപ്പം ലിഫ്റ്റ് ലോവറിംഗ് ആണെങ്കിൽ അത് മാറും. ഈവൻ നമുക്ക് ഡബ്ല്യു ടാൻ ഫൈ പ്ലസ് ആൽഫ നമുക്ക് ഓൾറെഡി അറിയാം. 1 ഡിവൈഡ് ബൈ ടാൻ ഫൈ പ്ലസ് ആൽഫയാണ് നമ്മുടെ ഉത്തരം. അത് 15.163 അടുപ്പിച്ചിട്ടുണ്ടാവും വരും. അടുത്തത് എഫിഷ്യൻസി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ ആൽഫ പ്ലസ് ഫൈ, ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ ആൽഫ പ്ലസ് ഫൈ ചെയ്യുമ്പോഴത്തേക്ക് 24.12% എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് സ്ക്രൂ ജാക്കിന്റെ കാര്യം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബെൽറ്റ് അറിയണം. ബെൽറ്റ് വേറൊരു ആപ്ലിക്കേഷൻ ആണ്. ബെൽറ്റിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുറ്റുന്നതിനനുസരിച്ച് ഈ പറയുന്ന ബെൽറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു T1 ഉണ്ട്, ഇവിടെ T2 ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇതും ഇതും തമ്മിലുള്ള ആംഗിൾ, ഇതും ഈ പോയിന്റ് തമ്മിലുള്ള ആംഗിൾ ബീറ്റ എന്നൊരു ആംഗിളും കൂടെ നമുക്ക് വന്നാൽ ബീറ്റ ബീറ്റ ഇവിടെ ഉണ്ട്, ഒരു ആംഗിളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് T1 ഡിവൈഡ് ബൈ T2 ഈസ് ഈക്വൽ ടു Tmax ബൈ Tmin. അതിനകത്ത് ഏതാണോ വലുത് ഡിവൈഡ് ബൈ ഏതാണോ ചെറുത്, അതാണ് സംഭവം. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോഴത്തേക്ക് T2 അല്ലേ കുറച്ചും കൂടെ വലുത് നമുക്കൊരു ചിന്ത വരും. പക്ഷെ അങ്ങനെയല്ല. ഈ സാധനം ഈ ബെൽറ്റ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബെൽറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയാണ് ടെൻഷൻ കൂടുതൽ. ഈ ബെൽറ്റ് ഇതിനെ വലിച്ചിങ്ങോട്ട് നീട്ടുന്ന പോലെയാണ്. ഇവിടെ T1 ആണ് T2നേക്കാളും വലുത്. അത് നമുക്ക് കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആണെന്ന് തോന്നും, പക്ഷെ സ്റ്റിൽ T1 is greater than T2. So T1 by T2 is equal to Tmax divided by Tmin is equal to E raised to mu beta. Question ഇത്രയേ ഉള്ളൂ. E raised to mu beta. Beta ആംഗിൾ mu എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. E raised to mu beta. Okay. So Tmax by Tmin is equal to E raised to mu beta. Tmax by Tmin is equal to E raised to mu into beta. Tmax divided by Tmin is equal to E raised to mu beta. അങ്ങനെ നമുക്ക് ആ ഒരു ഇക്വേഷനും കൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പ്രധാനമായിട്ടും ഫ്രിക്ഷനകത്ത് പഠിക്കാനുള്ളത്. കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കൺസെപ്റ്റും കൂടെ മനസ്സിലാക്കിയിരിക്കണം എല്ലാത്തിൻ്റെ. അപ്പോൾ ഇതാണ് ഫ്രിക്ഷൻ. നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് അടുത്ത വരാൻ പോണത്. ആ വീഡിയോയിൽ നമുക്ക് കാണാം.